ഇല്ലാതെ പോയല്ലേ. ഇത് പറഞ്ഞപ്പോൾ നമുക്കുണ്ടാകാം അങ്ങനെ അനുഭവങ്ങൾ. പ്രസവിക്കുന്നു, മരിച്ചു പോകുന്നു, പ്രസവത്തിൽ മരിക്കുന്നു, പ്രസവിച്ച് കഴിഞ്ഞിട്ട് മരിക്കുന്നു. അബൂദർ റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബി ഇത്തരം ആളുകൾക്കൊരു മാതൃകയാണ്. മനസ്സുകൾക്ക് വേദന വരും. ആളുകൾ വന്ന് പറയും, മൂന്നാമത്തെ കുട്ടി മരിച്ചല്ലേ. ഇത് പറയുമ്പോൾ ഉമ്മയുടെ മനസ്സ് പിടക്കും, ഉപ്പയുടെ മനസ്സ് വേദനിക്കും. അബൂദർ റളിയല്ലാഹു അൻഹു ഖദറിലും ഖളായിലും വിശ്വസിച്ച സ്വഹാബിയാണ്. അൽഹംദുലില്ലാഹ്, എൻ്റെ റബ്ബിനാണ് എല്ലാ സ്തുതിയും. കുല്ലു ദാലിക ഫീ കിതാബ്. അബൂദറിന് മക്കൾ ജനിക്കണോ, ജനിച്ചാൽ അവർ ജീവിച്ചിരിക്കണോ എന്ന് തീരുമാനിക്കുന്നത് അവിടെ നിന്നാണ്. എല്ലാം കൃത്യമായ രേഖയിൽ അല്ലാഹു രേഖപ്പെടുത്തിയവനാണ്. അൽഹംദുലില്ലാഹില്ലദീ യഖുദുഹും ഫീ ദാരിൽ ഫനാ. മരിച്ചു പോകുന്ന, നശിച്ചു പോകുന്ന, ഇല്ലാതെയായി പോകുന്ന ഈ ലോകത്ത് നിന്ന് എൻ്റെ മക്കളെ കൊണ്ടുപോകുന്നവനെ അല്ലാഹുവേ നിനക്ക് സ്തുതി. വയദ്ഖിറുഹും ഫീ ദാരിൽ ബഖാ. എന്നെന്നും ശേഷിക്കുന്ന ഒരു നാളിലേക്ക്, എന്നെന്നും ശേഷിക്കുന്ന ഒരു നാളിലേക്ക് അവരെ സൂക്ഷിച്ചു വെക്കുന്നവനെ അല്ലാഹുവേ, എൻ്റെ മക്കളെനിക്ക് നഷ്ടമല്ല, നാളെ സ്വർഗത്തിൽ എനിക്ക് കണ്ടുമുട്ടാൻ കഴിയും. അതുകൊണ്ട് പടച്ചവനെ, നിന്റെ തീരുമാനം എനിക്ക് പൊരുത്തമാണ്. ഇത് പറയാൻ എളുപ്പമല്ല മുഅ്മിനെ, ഇത് പറയുന്നത് എളുപ്പമല്ല ഉമ്മ, എളുപ്പമല്ല ഉപ്പ, ഇത് പ്രയാസമുള്ളതാണ്. പക്ഷേ നമ്മുടെ മുസീബത്തിനേക്കാളും വലിയൊരു മുസീബത്താണ് ഹബീബിന്റെ വഫാത്ത് എന്ന് തിരിച്ചറിയുന്ന ഒരാൾ. ജീവിതവും മരണവും ഖലഖൽ മൗത വൽ ഹയാ ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ. ജീവിതവും മരണവും നിശ്ചയിക്കുന്നതും ജീവിതവും മരണവും തീരുമാനിക്കുന്നതും അല്ലാഹുവാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു മുഅ്മിനിന് അത് എളുപ്പമാണ്. ജീവിതവും മരണവും എത്ര കാലം എങ്ങനെ ജീവിക്കുന്നു, എങ്ങനെ മരിക്കുന്നു, എല്ലാം തീരുമാനിക്കുന്ന റബ്ബിന് ഇത്, ആ റബ്ബിൽ വിശ്വസിക്കുന്ന ഒരാൾക്ക് ഇത് എളുപ്പമാണ്, അല്ലാത്തവർക്ക് പ്രയാസമാണ്. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ, വിശുദ്ധ ഖുർആനിന്റെ വ്യാഖ്യാതാക്കളുടെ നേതാവ്, റഈസുൽ മുഫസ്സിരീൻ, ഇബ്നു അമ്മി റസൂലില്ലാഹ് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ ത്വായിഫിൽ നിന്ന് മക്കയിലേക്ക് വരികയാണ്. മക്കയിലെ അൽ മസ്ജിദുൽ ഹറാമിൽ ദർസ് നടത്തിയിരുന്ന, വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തിരുന്ന സ്വഹാബിയാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ. വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ മകൾക്ക് സുഖമില്ല എന്ന് അറിഞ്ഞിരുന്നു. ആ മകൾ മരണപ്പെട്ടു എന്ന വിവരം മക്കയിലേക്കുള്ള വഴിയിലാണ് ഇബ്നു അബ്ബാസ് എന്നവർ അറിയുന്നത്. ഫനസല അൻ ദാബത്തിഹി, വാഹനം അവിടെ നിർത്തി, തൻ്റെ മൃഗത്തെ അവിടെ കെട്ടിയിട്ടു, താഴെ ഇറങ്ങി. എന്നിട്ട് മഹാനവറുകൾ റളിയല്ലാഹു അൻഹു വിശുദ്ധമായ മക്കയിലേക്ക് തിരിഞ്ഞിട്ട് സ്വല്ലാ റക്അതൈൻ, നിങ്ങളുടെ മകൾ മരണപ്പെട്ടു എന്നൊരാൾ വിളിച്ചു പറഞ്ഞപ്പോൾ 2 റക്അത്ത് നിസ്കരിച്ചു. ثم رفع رأسه إلى السماء, ആകാശത്തേക്ക് തലയുയർത്തി. എന്നിട്ട് പറഞ്ഞു, അല്ലാഹുവേ അല്ലാഹുവേ ലക്കൽ ഹംദ്, നിനക്ക് സ്തുതി റബ്ബേ, അൽഹംദുലില്ലാഹ് വ ഇന്നാ ലില്ലാഹ്, അല്ലാഹുവേ ഞങ്ങളെല്ലാം നിനക്കുള്ളവരാണ്. ഔറത്തുൻ സതറഹല്ലാഹ്, എൻ്റെ മോളെ റബ്ബേ നീ മറച്ചു വെച്ചല്ലേ, കൊണ്ടുപോയല്ലേ. വമസൂമഊനതുൻ കഫാഹല്ലാഹ്, ആ മോൾക്ക് വേണ്ടി ഇനി ഒരു ചെലവും വാപ്പയായി എനിക്കിനി വഹിക്കേണ്ടതില്ല, എല്ലാം അല്ലാഹുവേ നീ ഏറ്റെടുത്തല്ലോ. വഅജ്റുൻ സാഖഹുല്ലാഹ്, എനിക്ക് അല്ലാഹു കൊണ്ടുതന്ന ഒരു പ്രതിഫലമാണിത്, സ്വർഗമാണിത് എന്ന് പറഞ്ഞ് അല്ലാഹുവിന് ശുക്ർ ചെയ്ത് തുമ്മ റഖിബ, ആ വാഹനം കയറി തിരിക്കുകയാണ് മഹാനവറുകൾ റളിയല്ലാഹു അൻഹു. ഞാൻ പറയുന്നത്, ഈമാൻ ഖൽബിലേക്ക്, ബാഷറ ഖൽബുൽ ഈമാൻ, ആരുടെയെങ്കിലും ഹൃദയത്തിലേക്ക് ഈമാനിൻ്റെ വെളിച്ചമിറങ്ങുകയാണെങ്കിൽ ദുന്യാവിലെ പ്രതിസന്ധികളിൽ ഏറ്റവും വലിയ പ്രതിസന്ധി പോലും നമുക്ക് നിസ്സാരമായി ബോധിക്കാൻ കഴിയും. വേദന വേണ്ടെന്നല്ല പറഞ്ഞത്, വേദനിക്കും, കരയും. പുണ്യ നബി ഞങ്ങൾ കരഞ്ഞിട്ടുണ്ട്. സഅദ് റളിയല്ലാഹു അൻഹു ചോദിച്ചിട്ടുണ്ട്, നബി എന്താണ് ഈ കരച്ചില്, അങ്ങ് കരയുകയാണോ? ഹബീബായ തങ്ങൾ മറുപടി പറഞ്ഞിട്ടുണ്ട്, സഅദേ ഇത് വെപ്രാളപ്പെടലല്ല, അള്ളാഹുവിൻ്റെ ഖളായിൽ അവിശ്വസിക്കുന്നതോ ഖളായിനെ പഴിചാരുന്നതോ അല്ല. തിൽക റഹ്മത്തുൻ ജഅലഹല്ലാഹു ഫീ ഖുലൂബി ഇബാദിഹി, അള്ളാഹുവിൻ്റെ അടിമകളിൽ, അവരുടെ ഹൃദയങ്ങളിൽ അള്ളാഹു നിക്ഷേപിക്കുന്ന കരുണയാണിത്. മനുഷ്യൻ കരഞ്ഞു പോകും,
സങ്കടപ്പെടും, സ്വാഭാവികമാണ്. വലാ നഖൂലു ഇല്ലാ മാ യർളാ റബ്ബുനാ, അല്ലാഹു ഇഷ്ടപ്പെടാത്തതൊന്നും നമ്മുടെ നാവ് കൊണ്ട് പറയില്ല സഅദേ. കരയുന്നത് സ്വാഭാവികമാണ്. ഈ കരച്ചിൽ മനുഷ്യൻ്റെ ഹൃദയത്തിൽ അല്ലാഹു നൽകിയ കരുണയാണ്, റഹ്മത്താണ്. നമ്മൾ റഹ്മത്തിൻ്റെ ആളുകളല്ലേ, കരയാതിരിക്കാൻ പറ്റുമോ? കരഞ്ഞു പോകുന്നുണ്ട്. എന്നാൽ നമ്മുടെ വാക്കുകൾ നമ്മൾ സൂക്ഷിക്കുന്നു, അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നതേ പറയുകയുള്ളൂ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് ബിൻ സൽമാൻ റഹ്മത്തുള്ളാഹി തആല അലൈഹി താബിഈങ്ങളിൽ കഴിഞ്ഞു പോയ മഹാൻ, അവരുടെ കരളിൻ്റെ കഷ്ണമായ പിഞ്ചുമോൻ മരണപ്പെട്ടപ്പോൾ ആ മോനെ മറവ് ചെയ്തിട്ട് പറഞ്ഞു, കുല്ലു ദാലിക ഫീ കിതാബ്, അല്ലാഹുവേ എല്ലാം നീ നിശ്ചയിച്ചു വെച്ചു. അൽഹംദുലില്ലാഹ് വ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. പടച്ചവനെ, ഞങ്ങളെല്ലാം നിനക്കുള്ളവർ, നിന്നിലേക്ക് യാത്രയാകുന്നവർ. അല്ലാഹുമ്മ ഇന്നി അർജൂക ലഹ്, പടച്ചവനെ എൻ്റെ മകന് പ്രതീക്ഷ നീയാണ്. വ അഖാഫുക അലൈഹി, എൻ്റെ മകന് ശിക്ഷ വല്ലതും വന്നു പോകുമോ എന്ന് നിന്നെക്കുറിച്ച് തന്നെയാണ് എനിക്ക് പേടിക്കാനുള്ളത്. അല്ലാഹുവേ, എൻ്റെ റജാ നീ സാധിപ്പിക്കണേ. അല്ലാഹുമ്മ ഫഹഖിഖ് റജാഇ ഫീ വ ആമിൻ ഖൗഫി അലൈഹി, എനിക്കെൻ്റെ മകന് ശിക്ഷ ലഭിക്കുമോ എന്ന് പേടിയുണ്ട്. പടച്ചവനെ കാക്കണേ, എൻ്റെ മകൻ അനുഗ്രഹം ചെയ്യണേ എന്ന് പറഞ്ഞ് മഹാനവറുകൾ അല്ലാഹുവിൻ്റെ ഈ പരീക്ഷണത്തെ ഏറ്റുവാങ്ങുന്നൊരു രംഗം നോക്കണം. യാ അല്ലാഹ്, ആദം നബി അലൈഹിസ്സലാമിനെ സൃഷ്ടിജാലങ്ങളെ മുഴുവനും അല്ലാഹു പടക്കുന്നതിൻ്റെ 50,000 സന, 50,000 വർഷങ്ങൾക്ക് മുമ്പ്, 50,000 വർഷങ്ങൾക്ക് മുമ്പ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് രേഖപ്പെടുത്തി വെച്ച അഖ്ദാറുകൾ, അല്ലാഹുവിൻ്റെ ഖദറും ഖലാഉം, ഇത് പ്രീ ഡെസ്റ്റിനേഷൻ എന്ന് പറയും, അല്ലാഹുവിൻ്റെ ഡിവൈൻ ഡെസ്റ്റിനി. ഇതിൽ വിശ്വസിക്കുന്നവനാണ് മുഅ്മിൻ. അത് വിശ്വസിക്കാതെ രക്ഷപ്പെടുക സാധ്യമല്ല. വല്ലാഹി ലൗ അൻഫഖ അഹദുക്കും മിഥല ഉഹുദിൻ ദഹബൻ യുൻഫിഖുഹു ഫീ സബീലില്ലാഹ് ലം യഖ്ബലഹു അല്ലാഹു മിൻഹു ഹത്താ യുഅ്മിന ബിൽ ഖദരി ഖൈരിഹി വശർരിഹി. അതുകൊണ്ട് മുഅ്മിനേ, ഇത് നമ്മുടെ ഈമാനിൻ്റെ ഭാഗമാണ്. വിഷമങ്ങളിൽ, ബുദ്ധിമുട്ടുകളിൽ ഏറ്റവും പ്രയാസമുള്ളതാണ് നമ്മളിപ്പോൾ കേട്ടത്. ആ പ്രയാസങ്ങളെ സ്വഹാബികൾ എങ്ങനെയാണ് തരണം ചെയ്തത് എന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. അള്ളാഹു നമ്മുടെ കൽബുകൾക്ക് ഉറപ്പ് തരട്ടെ, കൽബുകൾക്ക് അള്ളാഹു ഉറപ്പ് തരട്ടെ. പ്രയാസങ്ങളെ സ്വീകരിക്കാനും ക്ഷമിക്കാനും അള്ളാഹു നമ്മുടെ കൽബിന് ഉറപ്പ് തരട്ടെ. അള്ളാഹുവിനോട് പരീക്ഷണങ്ങളെ തട്ടി നീക്കി തരാൻ ദുആ ചെയ്യണം. അള്ളാഹുവേ, നിന്റെ ഖലാഉകളിൽ, മുബറമായ നിന്റെ ഖലാഉകളിൽ അള്ളാഹുവേ, ഞങ്ങൾക്ക് എന്തെങ്കിലും നീ വിധിച്ചിട്ടുണ്ടെങ്കിൽ പ്രയാസമുള്ളത്, യാ അല്ലാഹ്, ഈ പരിശുദ്ധമായ മജ്ലിസിൻ്റെയും ഇവിടെ കൂടിയ മുഅ്മിനീങ്ങളുടെ ഇബാദത്തിൻ്റെയും സാന്നിധ്യത്തിൻ്റെയും ഹഖ് കൊണ്ട് റബ്ബേ, ഞങ്ങൾക്കത് തട്ടി ദൂരത്താക്കണമേ തമ്പുരാനെ. ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ ഹദീത്ത് മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, അലാ ഉഹദ്ദിസുകും ബിഹദീസിൻ ലാ യുഹദ്ദിസുകും ബിഹി അഹദുൻ ഗൈരി, ഞാനല്ലാതെ ഒരാളും നിങ്ങൾക്ക് പറഞ്ഞു തരാൻ സാധ്യതയില്ലാത്ത ഒരു ഹദീത്ത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ എന്ന് ചോദിച്ചു അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. നേരത്തെ പറഞ്ഞ ഹബീബിനെ 10 കൊല്ലം സേവനം ചെയ്ത സ്വഹാബി, ഇതാരും നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഇടയില്ല എന്ന് പറഞ്ഞു. അസ്ഹാബ് പറഞ്ഞു, ബലാ അനസേ, പറഞ്ഞു തരൂ. റളിയല്ലാഹു അൻഹു. കുന്നാ ഇൻദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജുലൂസാ, ഹബീബായ നബി ഞങ്ങളുടെ അരികത്ത് ഞങ്ങൾ ഇരിക്കുന്ന ഒരു നേരം. അല്ലാഹുവേ, അത് എന്തൊരു സൗഭാഗ്യമാണല്ലേ, ഹബീബിനെ കാണാൻ കിട്ടുന്നൊരു സൗഭാഗ്യം. അല്ലാഹു നമുക്കതിന് ഭാഗ്യം ഇവിടെ തന്നില്ല, എന്നാൽ നാളെ പരലോകത്ത് വെച്ച് കാണാനുള്ള ഭാഗ്യം അല്ലാഹുവേ നൽകണമേ. കുന്നാ ഇൻദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജുലൂസൻ, ഞങ്ങളെല്ലാവരും ഹബീബിൻ്റെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ അവർ ഹബീബിനെ വീക്ഷിക്കുകയായിരുന്നു. ഫളഹിക, പുണ്യനബി തങ്ങൾ ചിരിച്ചു. അതദ്റൂന മിമ്മ ളഹിഖ്തു, ഞാൻ എന്തിനാണ് ചിരിച്ചത് എന്ന് നിങ്ങൾക്കറിയുമോ എന്ന് തിരുമേനി ചോദിച്ചു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖാലൂ, അവർ പറഞ്ഞു, അല്ലാഹു വറസൂലുഹു അലം, ഞങ്ങൾക്കറിയില്ല നബിയേ. ഹബീബായ തങ്ങളുടെ മറുപടി വന്നു, അജിബ്തു ലിൽ മുഅ്മിൻ, സത്യവിശ്വാസിയായ ഒരാണിനെ കുറിച്ചും ഒരു പെണ്ണിനെ കുറിച്ചും, സത്യവിശ്വാസികളായ ആളുകളെ കുറിച്ച് ഞാൻ ആലോചിച്ചു പോയി. ഇന്നല്ലാഹ അസ്സ വജല്ല ലാ യഖ്ളി ഖളാഅൻ ഇല്ലാ കാന ഖൈറൻ ലഹ്, അല്ലാഹു എന്ത് വിധിച്ചാലും അവർക്കത് ഖൈറാണ്. രോഗമാണെങ്കിലും കടമാണെങ്കിലും പ്രയാസമാണെങ്കിലും
ആരോഗ്യത്തിലെ പരീക്ഷണമാണെങ്കിലും മക്കളിൽ പരീക്ഷണമാണെങ്കിലും എല്ലാം മുഅ്മിനായ മനുഷ്യന് ഖൈറാണ് എന്ന് അള്ളാഹു എന്നെ അറിയിച്ചതുകൊണ്ടാണ് ഞാൻ ചിരിച്ചത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ നബി തങ്ങളുടെ പുഞ്ചിരിയുടെ പൊരുൾ അതായിരുന്നു. ലാ യുസീബുൽ മുഅ്മിന മിൻ ഹമ്മിൻ വലാ ഗമ്മിൻ. മുഅ്മിനായ മനുഷ്യന് ഉണ്ടാകുന്ന സങ്കടം, മുഅ്മിനായ മനുഷ്യന് ഉണ്ടാകുന്ന ദേഹാസ്വാസ്ഥ്യം അല്ലെങ്കിൽ അസുഖങ്ങള്, വേദനകള്, ഹത്ത ശൗകത യശാകുഹ, കാലിലേക്കുന്ന ഒരു മുള്ള്, ഇതിനടക്കം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇല്ലാ കഫറല്ലാഹു ബിഹി ഖതായാ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവരുടെ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു അവർക്ക് മാപ്പ് ചെയ്തു കൊടുക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹദീസ് പണ്ഡിതനാണ് ഇബ്രാഹീമുൽ ഹർബി റഹ്മത്തുള്ളാഹി അലൈഹി. ഇബ്രാഹീമുൽ ഹർബി റഹ്മത്തുള്ളാഹി അലൈഹി അവർക്ക് 11 വയസ്സുള്ള മോനുണ്ടായിരുന്നു. ഹഫിദൽ ഖുർആൻ, ഖുർആൻ മനഃപ്പാഠമാക്കിയ ഒരു മോന്. ആ മോൻ ഹദീസും ഒരുപാട് പഠിച്ചിട്ടുണ്ട്, ഇൽമും പഠിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ 11ാമത്തെ വയസ്സിൽ ആ മകനെ അള്ളാഹു കൊണ്ടുപോയി. മുഹമ്മദ് ബിൻ ഖലഫ് തങ്ങൾ പറയുന്നു, ഇബ്രാഹീമുൽ ഹർബി എന്ന പിതാവ് എങ്ങനെയാണ് ഈ വിഷയം കൈകാര്യം ചെയ്തത്? മുഹമ്മദ് ബിൻ ഖലഫ് എന്നവരെ ആശ്വസിപ്പിക്കാൻ ചെന്നു. ഒരാൾ ഒരു വീട്ടിൽ മരണപ്പെട്ടാൽ 3 ദിവസം അസാഇന്റെ ദിവസമാണ്. അസാ എന്ന് പറഞ്ഞാൽ ആ വീട്ടുകാരെ ആശ്വസിപ്പിക്കുന്ന ദിവസമാണ്. ആശ്വസിപ്പിക്കൽ പ്രത്യേകം മനസ്സിലാക്കണം. എൻ്റെ വിഷയം ആ ഭാഗമല്ലാത്തത് കൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. പക്ഷേ നമ്മൾ പറയുന്ന വാക്കുകളെ കൊണ്ട് വീട്ടുകാർക്ക് വേദന വരരുത്. മരിച്ചുപോയൊരു കുട്ടിയുടെ കഥ ആ വീട്ടുകാരോട് വീണ്ടും ചോദിച്ചാൽ ഉറങ്ങിക്കിടക്കുന്ന മുറിവ് അല്ലെങ്കിൽ ഉണങ്ങാനിരിക്കുന്ന മുറിവിനെ വീണ്ടും വേദനിപ്പിക്കലാണ്. അതുകൊണ്ട് മൗനമാണെങ്കിൽ മൗനം മതി, മൗനമാണെങ്കിൽ മൗനം മതി. നിങ്ങളൊന്നും സംസാരിക്കണമെന്നില്ല. ആ വീട്ടുകാരെ പോയി ഒന്ന് കാണുക, അല്ലാഹുവിനോട് ദുആ ചെയ്തു പോരുക. ഒരുപക്ഷെ അവർക്ക് അതായിരിക്കും ആശ്വാസം. 3 ദിവസം അസാ ആണ്. തങ്ങൾ പറഞ്ഞു, ആരെങ്കിലും ഒരു വീട്ടിൽ ആരെങ്കിലും മരിച്ചു പോയാൽ ആ വീട്ടുകാർക്ക് നിങ്ങൾ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം, അയൽവാസികൾ. കാരണം ഫഖദ് ശഗലഹും അൻഹു മൗതു, ആ മരണം കാരണം ആ വീട്ടുകാർക്ക് പാകം ചെയ്യാൻ കഴിയില്ല. അവരുടെ മനസ്സ് അസ്വസ്ഥമാണ്. അതുകൊണ്ട് 3 ദിവസത്തോളം അയൽവാസികൾ മരണപ്പെട്ട വീട്ടുകാരെ നോക്കണം എന്ന് വരെ ശരീഅത്തിന് വീക്ഷണമുണ്ട്. മഹാഷാ അല്ലാഹ്. 3 ദിവസം അസാ ആണ്. 3 ദിവസം കഴിഞ്ഞാൽ ഔദ്യോഗികമായ ദുഃഖാചരണം കഴിഞ്ഞു. പിന്നെ സങ്കടപ്പെട്ട് ഇരിക്കുക എന്ന ഒരു രീതി ശരിയല്ലെന്നാണ് ശരീഅത്ത് പറയാൻ. മഹാനായ ഇബ്രാഹീമുൽ ഹർബി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അരികത്തേക്ക് അസാ ചെയ്യാൻ വന്ന മുഹമ്മദ് ബിൻ ഖലഫ് എന്നവർ പറയാൻ, ഞാൻ ചെന്ന് നോക്കുമ്പോൾ അൽഹംദുലില്ലാഹ്, അല്ലാഹുവിനാണ് സ്തുതി. ലഖദ് കുൻതു അലാ ഹുബ്ബി ലഹു അഷ്തഹി മൗത. വാപ്പ പറയാൻ, എൻ്റെ മോൻ എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു, 11 വയസ്സുള്ള മോൻ. എന്നാലും ആ മകൻ്റെ മരണം എനിക്ക് പ്രയാസമായിരുന്നില്ല. മരിക്കുകയാണെങ്കിൽ മരിച്ചോട്ടെ, എനിക്ക് പ്രശ്നമല്ലായിരുന്നു. അങ്ങനെയാണ് എൻ്റെ മനസ്സ് വന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, യാ അബാ ഇസ്ഹാഖ്, നിങ്ങൾ ആലിമുദ്ദുന്യ, ലോകം കണ്ട ആലിമല്ലയോ? നിങ്ങൾ ഇങ്ങനെയാണോ പറയേണ്ടത്? എൻ്റെ മകൻ മരിച്ചാൽ എനിക്ക് കുഴപ്പമില്ലായിരുന്നു, എൻ്റെ മനസ്സ് അങ്ങനെയായിരുന്നു എന്ന് പറയാനൊക്കുമോ? നിങ്ങൾ പറയുന്നത് ശരിയാണോ? നിങ്ങളുടെ മകനാണെങ്കിലോ സബിയുൻ ഖദ് ഹഫിദൽ ഖുർആൻ, വിശുദ്ധ ഖുർആൻ ഹിഫ്ള് ചെയ്ത മോനല്ലയോ? വലഖൻതഹുൽ ഹദീഥ വൽ ഫിഖ്, ഹദീസും ഫിഖ്ഹും പഠിച്ച മോനല്ലേ? ആ മോൻ മരിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചു എന്നാണോ? ഖാല നഅം, ഞാൻ പറഞ്ഞു അതെ. നിങ്ങൾക്കറിയുമോ, ആ കുഞ്ഞെങ്ങാനും എന്നെ വിട്ട് അല്ലാഹുവിലേക്ക് യാത്ര പോകുമ്പോൾ അത് കാരണം, ആ മോൻ കാരണം എനിക്കും ആ മോനും എൻ്റെ കുടുംബത്തിനും ലഭിക്കാൻ പോകുന്ന പ്രതിഫലം എത്രയാണെന്നറിയുമോ? അസുഖമായി കിടന്നിരുന്ന മോനായിരുന്നു ഇത്. ആ അസുഖത്തിൽ മോൻ മരണപ്പെടുകയാണെങ്കിൽ അങ്ങനെ ആവട്ടെ എന്ന് മഹാനവറുകൾ ചിന്തിക്കാൻ വേറെയും ഒരു കാരണമുണ്ട്. മഹാനവറുകൾ പറഞ്ഞു, വലഖദ് റഅയ്തു ഫീ മനാമി, എനിക്ക് അല്ലാഹു ഒരു സ്വപ്നദർശനം കാണിച്ചു തന്നു. സ്വപ്നങ്ങൾ തെളിവുകളായി ഉദ്ധരിക്കപ്പെടില്ലെങ്കിലും സ്വപ്നങ്ങളിൽ മുബശ്ശിറാത്തുകളുണ്ട്, സന്തോഷ വാർത്തകളുണ്ട്. ഇളത്തുൻ വഇബ്റ, സ്വപ്നങ്ങളിൽ പാഠങ്ങൾ പഠിക്കാനുണ്ട്.